നാഗരാജാവ് എന്ന് പറയുന്നത് നാഗയോഗ കുണ്ടലിനി സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്ന ശിവൻ തന്നെയാണ്. നാഗയക്ഷി എന്നുള്ളത് ഈ നാഗയോഗ സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്ന ശക്തിയാണ്. ചിത്രകൂടം എന്ന് പറയുന്ന ചതുരാകൃതിയിൽ പെട്ടി പോലെ അതിൻ്റെ മുകളിൽ ഒരു കൂടാരമായി കാണപ്പെടുന്നത് നാഗകുലം അടങ്ങുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു പ്രതീകമാണ്. മണിനാഗം എന്ന് പറയുന്നത് നാഗലക്ഷ്മി രൂപമാണ്. മണിനാഗയക്ഷി എന്ന് പറയുന്നത് നാഗലക്ഷ്മിയാണ്. മണിനാഗദേവൻ ചിലടത്തുണ്ട്, അത് മഹാവിഷ്ണുവാണ്. ഇനി പാതാള സർപ്പം അല്ലെങ്കിൽ കരിനാഗം എന്ന് പറയപ്പെടുന്ന ഒരു ദേവതാ ഭാവമുണ്ട്. അത് വാസ്തവത്തിൽ ഭൈരവ സങ്കല്പം തന്നെയാണ്. അപ്പോൾ ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളെപ്പറ്റി അല്ല സർപ്പാരാധനയിൽ നമ്മൾ പറയുന്നതെന്നും ഇതെല്ലാം തന്നെ പ്രപഞ്ച ചൈതന്യങ്ങളുടെ ഓരോ ആവിഷ്കാരങ്ങളാണെന്നുള്ള തത്വം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.